കോൺഗ്രസിൽ നടക്കുന്നത് ഓപ്പറേഷൻ സുധാകർ. കൊണ്ടുപോകേണ്ടത് ഊളംപാറയ്ക്കെന്ന് വെള്ളാപ്പള്ളി. കോൺഗ്രസിലെ നേതൃമാറ്റത്തെ പരിഹസിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിൽ ഓപ്പറേഷൻ സുധാകർ നടക്കുന്നുവെന്നും സുധാകരനെ മാറ്റുന്നവരെ ഊളംപാറയ്ക്കാണ് കൊണ്ടുപോകേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ എന്തിനാണ് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്? ഇപ്പോൾ നടക്കുന്നത് സുധാകരൻ ഓപ്പറേഷനാണ്. സഭയ്ക്ക് വഴങ്ങി ആന്റണിയെ KPCC പ്രസിഡന്റ് ആക്കും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കേരള കോൺഗ്രസ് ആകും. ആന്റണിയുടെ മകനാണ് ആന്റോയുടെ ഐശ്വര്യം. ആന്റോ ജയിച്ചത് ആന്റണിയുടെ മകൻ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ 8 നിലയിൽ പൊട്ടിയേനെ. സുധാകരനെ വെട്ടിനിരത്താൻ തെക്കനായ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നു. കോമൺ സെൻസ് ഉള്ള ആരേലും ഇപ്പോൾ KPCC പ്രസിഡന്റ് ആകുമോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ ഒരു യുദ്ധത്തിന് വഴിയുണ്ടാകുമോ? എന്തിനാണ് സുധാകരനെ മാറ്റുന്നത്? മുരളീധരൻ മിടുക്കനായ നേതാവെന്ന് തെളിയിച്ചതല്ലേ. എന്താ മുരളീധരനെ ആക്കാത്തത്? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് കണ്ടകശനിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സുധാകരനിലാണ് ജനങ്ങൾക്ക് വിശ്വാസം. ബൊമ്മകളെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആവശ്യം, കഴിവുള്ളവരെ വേണ്ട. സിന്ദൂർ യുദ്ധത്തെക്കാൾ വലിയ യുദ്ധമാണ് കോൺഗ്രസിൽ നേതാക്കൾ തമ്മിൽ. മാറ്റമുണ്ടായാൽ കോൺഗ്രസിൻ്റെ നാശം. മുരളീധരൻ മിടുക്കനായ KPCC നേതാവല്ലേ. എന്താ പേര് പറയാത്തത്? മുരളീധരൻ്റെ പേര് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കുമോ? ഇവർക്ക് വേണ്ടത് ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്നവരെ. നേതൃത്വത്തിന് വേണ്ടത് കുഞ്ഞിരാമന്മാരെ. സുധാകരനെ വെറും ആറാംകിട നേതാവാക്കരുത്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ജനങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനം സ്വീകരിച്ച കരുത്തനായ നേതാവാണ് സുധാകരൻ. സുധാകരൻ്റെ നേതൃത്വത്തിൽ ഗംഭീര വിജയങ്ങൾ നേടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവ വരാൻ പോകുമ്പോൾ സുധാകരനെ മാറ്റുന്നത് ദോഷം ചെയ്യും. സുധാകരൻ കരുത്തനും മിടുക്കനും പ്രഗത്ഭനുമായ അധ്യക്ഷനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. എല്ലാവരും തോൽക്കുമെന്ന് കരുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന് അഭിമാനമാണെന്നും സൈന്യത്തെ അഭിനന്ദിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തിരിച്ചടി ഇനിയും കൊടുക്കേണ്ടി വന്നാൽ ഇന്ത്യക്കാർ എല്ലാ പിന്തുണയും കൊടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.